മലയാളി പ്രേക്ഷകരെ വളരെയേറെ ചിരിപ്പിച്ച ഒരു യുവ ഹാസ്യതാരമായിരുന്നു കൊല്ലം സുധി. കൊല്ലം സുധിയുടെ അപ്രതീക്ഷിതമായ വിയോഗം ഹാസ്യ ലോകത്തിന് തന്നെ ഒരു നഷ്ടമായി ഇപ്പോൾ നിലനിൽക്കുന്നു. സിനിമാ ലോകത്തിലേക്കുള്ള ചുവടുവെപ്പ് തുടങ്ങിയ സമയത്താണ് സുധിയെ അപ്രതീക്ഷിതമായി മരണം ഒരു അപകടത്തിന്റെ രൂപത്തിൽ കവർന്നെടുത്തത്. സുധിയും സുധിയുടെ ഭാര്യ രേണുവും രണ്ട് മക്കളും അതിനോടകം തന്നെ മലയാളികൾക്ക് വളരെയേറെ പരിചിതമായ മുഖമായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ സുധിയുടെ വിയോഗത്തിന് ശേഷവും ആ കുടുംബത്തിന്റെ കാര്യങ്ങൾ അറിയാനുള്ള മലയാളി പ്രേക്ഷകരുടെ ജാഗ്രത കൂടുതലായിരുന്നു. എന്നാൽ സുധിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രവർത്തികളിൽ പ്രേക്ഷകർക്ക് വലിയ അനിഷ്ടമാണുള്ളത്. ജീവിക്കാനുള്ള വഴിക്ക് വേണ്ടി അഭിനയം തിരഞ്ഞെടുത്തെങ്കിലും അഭിനയിക്കുന്ന കഥാപാത്രങ്ങളും വേഷവും സുധിയുടെ ഭാര്യയുടെ ജീവിത രീതിയും ഒക്കെ വലിയ സോഷ്യൽ മീഡിയ വിമർശനങ്ങൾക്കാണ് വഴിതെളിച്ചത്. അതേസമയം തന്നെ ഭർത്താവ് മരിച്ചു എന്ന് കരുതി ഭാര്യ വീട്ടിൽ അടങ്ങിയിരിക്കേണ്ട കാര്യമുണ്ടോ എന്നും അവർക്ക് ജീവിക്കണ്ടേ എന്നും അവരെ വെറുതെ വിട്ടുകൂടെ എന്നും ഒക്കെ ചോദിച്ചുകൊണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റുകളും സോഷ്യൽ മീഡിയയിൽ കുറവൊന്നുമല്ല. കൊല്ലം സുധിയുടെ മരണത്തിന് മുൻപും ശേഷവുമെല്ലാം അദ്ദേഹത്തിന്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയ വ്യക്തിയാണ് ലക്ഷ്മി നക്ഷത്ര എന്ന അവതാരിക. താരം തന്റെ കുടുംബത്തിന് ചെയ്യുന്ന സഹായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് കൊല്ലം സുധിയുടെ ഭാര്യ രേണു തന്നെ പലപ്പോഴായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ രേണുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം തേടിയ ഓൺലൈൻ മാധ്യമങ്ങളോട് ലക്ഷ്മി നക്ഷത്ര നടത്തിയ പ്രതികരണം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. അവരുടെ ലൈഫ്, അവരുടെ ഇഷ്ടം, അവരുടെ റൂൾസ്. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ആരാ എന്നവർ ചോദിക്കും. അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ നിന്നും കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അത് വേണ്ട. ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിനും പാഷനും അനുസരിച്ച് ജീവിക്കട്ടെ. നമ്മൾ എന്തിനാണ് അതിന്റെ പിന്നാലെ പോകുന്നത് എന്നായിരുന്നു ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത്. താരത്തിന്റെ ഈ പ്രതികരണത്തെ പിന്തുണച്ചും എതിർത്തും നിരവധി ആളുകൾ വരുന്നുണ്ട്. ലക്ഷ്മി നക്ഷത്രയെ പോലെ ഒരാൾ ഇത്തരം ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് വിമർശിക്കപ്പെടുന്നത് സ്വാഭാവികമാണ് എന്നും ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. ലക്ഷ്മി നക്ഷത്രയോട് വീണ്ടും രേണു സുധി വിഷയം ചോദിക്കാനുണ്ടായ കാരണം നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. ലക്ഷ്മി നക്ഷത്ര സുധി റിലേറ്റ് ചെയ്തും രേണുവിനെ വെച്ചുമൊക്കെ ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിൽ ഒരുപാട് വിമർശനവും അവർക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോ ആ ഒരു ടൈമിൽ അത്രയും വീഡിയോ ചെയ്ത ഒരു വ്യക്തിയോട് ആ വിഷയം വീണ്ടും ചോദിക്കും. അല്ലാതെ അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ വെസ്റ്റ് ആഫ്രിക്കയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും ആയിരിക്കില്ല ചോദിക്കുക എന്നും സായി കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു. ലക്ഷ്മി നക്ഷത്രയെ ഓൺലൈൻ ചാനൽസ് കണ്ടാൽ ചോദിക്കാൻ പോകുന്നത് രേണുവിനെ വിളിക്കാറുണ്ടോ, ഇപ്പൊ സുധിയുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നൊക്കെ ആയിരിക്കും. അതിനാണ് അവർ ഇങ്ങനത്തെ മറുപടി കൊടുത്തത്. ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ ചെന്ന് കയറി കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. രേണു എന്ന് പറഞ്ഞ വ്യക്തി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. അത് പൂർണ്ണമായും അവരുടെ സ്വാതന്ത്ര്യമാണ്. കണ്ടന്റ് എന്തിനു ഉണ്ടാക്കുന്നു എന്ന് ലക്ഷ്മി നക്ഷത്ര ചോദിക്കുന്ന ഇടത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടു പോയത്. ലക്ഷ്മി നക്ഷത്ര തന്നെ സെന്റി BGM വെച്ചിട്ടുള്ള വീഡിയോ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പെർഫ്യൂം ഉണ്ടാകാൻ പോയ പോക്ക് തന്നെ 2 എപ്പിസോഡായി കയറിയിട്ടുണ്ട്. പിന്നെ സുധി എന്ന് പറഞ്ഞ വ്യക്തി മരിച്ച സമയത്ത് ഇവർ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ. ഒരാളുടെ ഇമോഷനാണ്, അതൊക്കെ ചെയ്തോട്ടെ. കണ്ടന്റ് ആയിട്ട് കാണുന്നവർക്ക് അങ്ങനെ കാണാം, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻ കാണിക്കാനാണെങ്കിൽ അതും ചെയ്തോട്ടെ. അതിലൊന്നും ഒരു വിഷയവുമില്ല. കരയുന്ന വീഡിയോ സംബന്ധിച്ച് ഒരുപാട് പേർ വിമർശനം ഉന്നയിച്ച സമയത്ത് ഞാൻ അവരെ പിന്തുണച്ചിട്ടുണ്ട് എന്നാണ് സായി കൃഷ്ണ പറയുന്നത്.